കണ്ടില്ലേ, ഇന്ന് സുന്ദരി പക്ഷിക്ക് നല്ല കോള് കിട്ടിയിട്ടുണ്ടല്ലോ. എന്തു നല്ല പഴം. ഓ, മുട്ടുവാള് സൂത്രശാലിയാ. ഈ തീറ്റ അവൻ കണ്ടു. എന്ത് നല്ല പഴം, നല്ല വിശപ്പ്. തീറ്റ കിട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞു. അല്ലെങ്കിലും ഈ മാളത്തിന് വന്ന ശേഷം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എവിടുന്ന് കിട്ടി ഈ പഴം? മുട്ടുവിന്റെ ശ്രദ്ധ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇത് തിന്നു തീർക്കണം, അല്ലെങ്കിൽ മുട്ടു ഇത് അടിച്ചെടുക്കൂ. കള്ളൻ, പണിയെടുക്കാതെ നടക്കുക. നല്ല വിശപ്പ്, എന്ത് നല്ല പഴം. സുന്ദരി പക്ഷി, എന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്നെ എന്തിനാ തിരക്കിയത്? ഇന്ന് നമ്മുടെ മാത്യുവിന്റെ പിറന്നാളാ. നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മാത്യു. ഞാനോ? ഞാൻ വരുന്നത് എന്തിനാ? നിന്റെ ഈ അഴകുള്ള തൂവലും നിന്റെ മനോഹരമായ ഈ രൂപവും ഒക്കെ അവന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനാ. ഞാൻ അത്ര സുന്ദരിയൊന്നും അല്ല, നീ എന്നെ കളിയാക്കാതെ. അയ്യോ മോട്ടോലി, നിന്റെ പഴം കൊണ്ടുപോയി. അയ്യോ മോട്ടോലി, നിന്റെ പഴം കൊണ്ടുപോയി. എന്റെ പഴം കൊണ്ടുപോയി. അയ്യോ നീക്കളാടെ. അയ്യോ എല്ലാം പോയി. എന്റെ പഴം പോയി. ആ മൂട്ടുമുയലിന് അത്രയ്ക്കും തന്റേടോ? അതേ മാത്യു, നമ്മുടെ സുന്ദരി പക്ഷിയുടെ കയ്യിലുള്ള പഴം അവൻ തട്ടിയെടുക്കുന്നത് ഞാൻ കണ്ടതാ. എങ്കിൽ അവനൊരു പാഠം പഠിപ്പിക്കണം. അത്ര അഹങ്കാരം നല്ലതല്ല. മാത്യുവിന് വിശ്വാസമില്ലെങ്കിൽ സുന്ദരി പക്ഷിയോട് ചോദിച്ചു നോക്കൂ, പാവം. കണ്ടില്ലേ, ഒരു തീറ്റയും കിട്ടിയിട്ടില്ല. മോട്ടു ആണെങ്കിൽ മഹാമടിയനും. സുന്ദരിയുടെ തീറ്റ തട്ടിയെടുക്കലാ മോട്ടുവിന്റെ പണി. നമുക്ക് മൊട്ടുവിനെ വിളിച്ച് ഒന്ന് ഗുണദോഷിച്ചാലോ? ഞങ്ങൾ പലവട്ടം വിളിച്ചിട്ടും അവൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. കള്ളൻ. ഓഹോ, അത്രയ്ക്ക് അഹങ്കാരമായോ? അവന് നമുക്ക് പുകച്ചാണെങ്കിലും പുറത്ത് ചാടിക്കണം. നീ വാ. ദീപു, 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 ഇവിടെ ഇവിടെ. ഇവിടെ ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. ആ മാത്യു, നീ ആയിരുന്നോ? നീ എന്തെടുക്കാ അവിടെ? എടാ ഇങ്ങോട്ട് വാടാ. നിനക്ക് നാളെ എക്സാം അല്ലേ? നിന്റെ പപ്പ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയൂ. നീ ഇങ്ങോട്ട് വാ. എടാ നീ ഇങ്ങോട്ട് വരാൻ. ആ, ഞാൻ വരുന്നു. ഇങ്ങോട്ട് വാടാ. എന്നോട് പുറത്തിറങ്ങാതെ പപ്പ ഇവിടെ ഇരുന്നു പഠിക്കാൻ പറഞ്ഞിരിക്കുക. നീ വരുന്നോ നമ്മുടെ മോട്ടുവലിയെ കാണാൻ? എന്തു പറ്റി? അവൻ വല്ലതും? അതെ, അവൻ നമ്മുടെ സുന്ദരി പക്ഷിയെ തീരെ ഉപദ്രവിക്കുന്നു. എന്തിന്? അവൻ ഒരു മടിയനാ.
സുന്ദരി കൊണ്ടുവരുന്ന ഭക്ഷണം മുഴുവനും മോട്ടു അടിച്ചു മാറ്റും. അവനെ ഒന്ന് വരട്ടണം. ഓ, ആ മോട്ടു അങ്ങനെയാണോ? മോട്ടുവിന് അഹങ്കാരം തുടങ്ങി. നമുക്ക് അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ശരി, ഞാൻ വരാം. തൽക്കാലം മാത്യു പോയിക്കോ. ഞാൻ പപ്പയെ വെട്ടിച്ച് എങ്ങനെയെങ്കിലും മുങ്ങാം. എങ്ങനെ? അതിനൊക്കെ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് മോട്ടുവിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതെ, അവൻ നമ്മുടെ സുന്ദരി പക്ഷിയെ പട്ടിണിയാക്കി. ഒരു വട്ടല്ല, പല വട്ടം. ഇത് അവസാനിപ്പിക്കണം. അവൻ മാളത്തിനുള്ളിലാ, ഇറങ്ങുന്നില്ല. അവനെ ഇറക്കാനുള്ള മാർഗമൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ വാ. ആ ദീപു, ജോളി പറഞ്ഞത് ശരിയാ. അവൻ ഈ മാളത്തിനകത്തുണ്ട്. ഇതിനകത്ത് അവൻ ഒളിച്ചിരിക്കുക. കള്ളൻ. കണ്ടില്ലേ, അവൻ വന്ന് നോക്കിയിട്ട് ഓടിപ്പോയത്. കള്ളൻ. അവൻ ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. മോട്ടു, നീ ഇറങ്ങി വരുന്നുണ്ടോ? സുന്ദരി പക്ഷിയുടെ തീറ്റ നീ എന്തിനാ തട്ടിപ്പറിച്ചത്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? തട്ടിപ്പറിച്ചത് എന്തിനാണെന്ന്. നീ ഇറങ്ങി വരുന്നുണ്ടോ? അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നമുക്ക് അവനെ കൈയിട്ടിങ്ങ് പിടിച്ചാലോ? അത് ശരിയാ. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. അവനെ നമുക്ക് കൈയിട്ട് തന്നെ പിടിക്കാം. അത് ശരിയാ. ആ പക്ഷി അവൻ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വരേ. എടാ ഇങ്ങോട്ട് വാടാ. അയ്യോ അമ്മേ, അയ്യോ പോയി. മോട്ടു, നീ ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാനല്ലേ? ഞാൻ വരില്ല. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. നീ ആ സുന്ദരി പക്ഷിയുടെ തീറ്റ തട്ടിയെടുത്തോ? ഓ, അത് കുറച്ച് മാത്രം. ആ സുന്ദരി പക്ഷി കളവ് പറയുന്നതാ. അല്ല, നീയാ കള്ളം പറയുന്നത്. പച്ചക്കള്ളം ഞാൻ എടുക്കാറേ ഇല്ല. നീ എന്തിനാ തീറ്റ തട്ടിപ്പറിക്കുന്നത്? എനിക്ക് വിശന്നിട്ട്. മോട്ടു, നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വാ. ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇല്ല, ഞാൻ വരില്ല. എന്നെ ഉപദ്രവിക്കാനല്ലേ? നീ എന്തിനാ ഈ സുന്ദരി പക്ഷിയുടെ തീറ്റ തട്ടിയെടുത്തത്? അതെനിക്ക് വിശന്നിട്ടാണ്. നീ പലവട്ടം എന്റെ തീറ്റ തട്ടിയെടുത്തില്ലേ? നിനക്കെന്താ ഭക്ഷണം എന്നെ പോലെ അന്വേഷിച്ചു കണ്ടെത്തിയാൽ? അത് ശരിയാവില്ല. നീ പക്ഷിയും ഞാൻ എലിയുമാണ്. അതിനെന്താ കുഴപ്പം? നീ എന്തായാലും ഈ പാവത്തെ പറ്റിച്ചത് ശരിയായില്ല. നീ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വാ. സമാധാനത്തിൽ നമുക്ക് സംസാരിക്കാം. വാ. ഞാൻ വരില്ല. എനിക്ക് പേടിയാകുന്നു. അയ്യോ, ദീപും മാത്യു. അയ്യോ, എന്നെ അറിയല്ലേ. അയ്യോ, എന്നെ അറിയല്ലേ. അയ്യോ, എന്നെ അറിയല്ലേ. അറിയല്ലേ. അയ്യോ, അയ്യോ, ഞാൻ എറിഞ്ഞു വീഴ്ത്തും. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഇങ്ങോട്ട് പോടാ. എന്നെ അറിയല്ലേ. അയ്യോ, അയ്യോ, അയ്യോ. കണ്ടില്ലേ, നമുക്ക് മോട്ടുവിനെ പിടിക്കാൻ പറ്റിയില്ല. എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു അടി കൊടുത്തേനെ. ശരിയല്ലേ ജോളി? അത് ശരിയാ. ഒന്ന് സംസാരിക്കാൻ പോലും അവൻ തയ്യാറായില്ല. അതാണ് എനിക്ക് വേദന. അതെ, ഞാൻ പലവട്ടം വിളിച്ചു ഒന്ന് സംസാരിക്കാൻ. സുന്ദരിയും മോട്ടുവും തമ്മിൽ സംസാരിച്ചാൽ ഒരുപക്ഷെ അവന് കുറ്റബോധം തോന്നിയേക്കാം. മോട്ടു മഹാദുഷ്ടനാ. അതെന്താ? ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട തീറ്റ സംഘടിപ്പിക്കുന്നത്. ഞാൻ ശേഖരിച്ചു വെക്കുന്നത് പോലും അവൻ കണ്ടുപിടിക്കും. എന്നിട്ട് സാരമില്ല, ഞങ്ങൾ മോട്ടുവിനെ ഒന്ന് വിരട്ടാമെന്ന് വിചാരിച്ചു വന്നതാ. അവൻ പിടിതരണ്ടേ? അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അവനെ... ഞാനും കരുതിയാ വന്നത്.
മോട്ടുവിനെ കിട്ടിയാൽ ശരിക്കും രണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. അത്രമാത്രം വെറുത്തുപോയി മോട്ടുവിനെ. പലപ്പോഴും മോട്ടുകാരന് പട്ടിണിയാണ് ഞാൻ. എന്തായാലും അവനെ ഓടിച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ. വാ, നമുക്ക് അവൻ ഓടിയ ദിക്ക് നോക്കി പോകാം. ചിലപ്പോ ഗുരുജിയുടെ ആശ്രമത്തിനടുത്ത് അവൻ കാണും. വാ നോക്കാം. എനിക്ക് വയ്യ, നടന്ന് നടന്ന് മടുത്തു. ഞാനും മടുത്തു. രാവിലെ മുതൽ മോട്ടുവിന്റെ പുറകെയുള്ള ഓട്ടമാണ്. അവനെ കിട്ടിയാൽ ഇവിടെ കൊണ്ടുവരണം. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം. ശരി, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഭാഗ്യം, ഇവിടേക്ക് അവർ വരില്ലായിരിക്കും. എന്നെ അവർക്ക് ഉപദ്രവിക്കാൻ കിട്ടാത്തത് ഭാഗ്യം. അയ്യോ, ചതിച്ചോ? അയ്യോ, ഓ, അവന്മാരെന്നെ കണ്ടു. ഇനി ഇവിടെ നിന്ന് രക്ഷയില്ല. വേഗം രക്ഷപ്പെടുക തന്നെ. അയ്യോ, അയ്യോ. നമസ്കാരം ഗുരുജി. നമസ്കാരം. എന്താ പതിവില്ലാതെ രണ്ടുപേരും ഈ വഴി? ഗുരുജി, ആ മോട്ടുവേലിയെ കൊണ്ട് ഭയങ്കര ശല്യമായി. എന്തു പറ്റി? അവൻ സുന്ദരി പക്ഷിയുടെ തീറ്റ മുഴുവനും തട്ടിയെടുത്തു. സുന്ദരി പക്ഷി പട്ടിണിയായി. സുന്ദരി പക്ഷി ശേഖരിച്ചിരുന്ന ധാന്യങ്ങൾ മുഴുവൻ അവനെടുത്തു. മോട്ടു ഇപ്പോൾ മാളത്തിന് പുറത്തിറങ്ങാറില്ല. അവനെ കൊണ്ട് ഭയങ്കര ശല്യമാ. മോട്ടുവിനെ ശിക്ഷിക്കണം. അവൻ ഭയങ്കര കള്ളനാ. മോട്ടുവേലി എന്താ മോഷ്ടിച്ചത്? ഭക്ഷണം. അവൻ അധ്വാനിച്ച് ഭക്ഷണം സംഘടിപ്പിച്ചുകൂടെ? കള്ളൻ. മാത്യു, കായ്കനികളും വേരുകളും നാമാവശേഷമായി. ഒരിടത്തും ഒന്നുമില്ലാതായി. എങ്ങനെ? വനങ്ങൾ മാറി ഇന്നിവിടെ കോൺക്രീറ്റ് മന്ദിരങ്ങളായി. മരങ്ങൾ പോയിട്ട് വേരുകൾ പോലും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അത് ശരിയാ. ആ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതാണ് ഇവിടം. മനുഷ്യൻ ഇവിടത്തെ പരിസ്ഥിതിയാകെ തകിടമറിച്ചില്ലേ? എങ്ങനെ? മരങ്ങൾ വെട്ടിമറിച്ചപ്പോൾ കിളികൾക്ക് കൂടില്ലാതായി. അവർക്ക് ഭക്ഷണമില്ലാതായി. അവരുടെ കൂടും തണലും മനുഷ്യർ നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഏക്കർ കണക്കിന് ഭൂമി തരിശാക്കി മാറ്റി. കൃഷിയോഗ്യമല്ലാതായി. പിന്നെ അവിടെ കോൺക്രീറ്റ് വനങ്ങൾ വളർന്നു. അതുകൊണ്ട് എന്താ? ഈ എലികൾക്കും മറ്റു മൃഗങ്ങൾക്കും ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? അതിന് മനുഷ്യൻ എന്ത് ചെയ്തു ഗുരുജി? ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് മനുഷ്യരിലൂടെയാണ്. അവന്റെ അധ്വാനത്തിലൂടെ അവൻ അധ്വാനിച്ചതിൽ നിന്നും ഒരു വിഹിതം മൃഗജാലങ്ങൾക്കും നൽകുന്നു. അതാണ് പ്രകൃതി നിയമം. മോട്ടുവേലിയുടെ വിശപ്പിന്റെ കാരണവും സുന്ദരി പക്ഷിയുടെ ഭക്ഷണമില്ലായ്മയുടെ കാരണവും മനുഷ്യനാ. നമ്മൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതുകൊണ്ടത് അർഹരായവർക്ക് ലഭിക്കുന്നില്ല. എന്താ, ശരിയല്ലേ? മോട്ടു, ഞങ്ങൾക്ക് തെറ്റുപറ്റി. വാ, നിന്നെ ഇനി ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കില്ല. ക്ഷമിക്കണം മോട്ടു, വാ. ഗുരുജി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാ. ഇനി ഒരിക്കലും ഞങ്ങൾ ഇവനെ ഒന്നും ചെയ്യില്ല.